ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പിന്നെ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളൊരു വാഗമൺ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്നതൊക്കെ ഞങ്ങളെ നാടാണ് കേട്ടോ. അത് ഞങ്ങൾ തമിഴ്നാടാണ് താമസം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്കൊക്കെ ഒരു മനുഷ്യരല്ലേ, ഒരു ആഗ്രഹമൊക്കെ കാണില്ലേ, നമുക്കൊക്കെ ഒന്ന് എപ്പോഴും ഒരു സ്ഥലം തന്നെ കണ്ടുകൊണ്ടിരുന്നാലും നമുക്കൊരു ബോറടിക്കില്ലേ. അങ്ങനെ ഒന്ന് ഞങ്ങൾ വാഗമൺ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും അങ്ങ് വാഗമണിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ വാഗമൺ റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്, അവിടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അന്ന് ഹർത്താലായിരുന്നത്. അങ്ങനെ പിന്നെ അന്ന് എവിടെയും പോകാനൊന്നും പറ്റിയില്ല. പിന്നെ അന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടു. പിന്നെ പിറ്റേ ദിവസത്തെ ഉള്ള വ്ളോഗാണ് കാണുന്നത് കേട്ടോ. അവിടെ പിന്നെ നമുക്ക് അവിടെ ഈ ഫോറസ്റ്റിൻ്റെ അകത്തൊക്കെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷേ അവിടെ നമ്മളെ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് മൊത്തം ചെറിയ റോഡുകളാണ്. അത് അവിടെ ഉള്ളവർക്കേ അത് അറിയത്തുള്ളൂ. നമ്മളെ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു 2-3 പ്ലേസ് മാത്രമേ നമ്മൾ വണ്ടിയിലൊക്കെ പോയാൽ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ജീപ്പൊക്കെ വിളിച്ചിട്ട് അതിലാണ് പോയത്. അതിനകത്ത് ഒരു 2500 രൂപയാണ് അതിൻ്റെ റെൻ്റ് അവരെടുക്കുന്നത്. അതിലിപ്പോൾ ഞങ്ങൾ 3 പേരെ ഉള്ളായിരുന്നു. പക്ഷേ ഒരു 7-8 പേരൊക്കെ ഉണ്ടെങ്കിലും ഇതേ റേറ്റ് തന്നെ ഉള്ളൂ. അതിൽ അവർ കൊണ്ടുപോയി ഒരു 3-4 സ്ഥലങ്ങൾ നമ്മളെ കാണിച്ചു തരും. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മളെ വണ്ടിക്കകത്ത് തന്നെ നമുക്ക് പോകാൻ പറ്റും. അത് ഞങ്ങൾ അവരുടെ പിന്നെ വാഗമൺ വ്യൂ പോയിൻറ്റിൽ കൊണ്ട് കാണിച്ചു തന്നു. പിന്നെ രണ്ടാമത് കോട്ടമൽ ഈ സ്ഥലത്ത് കൊണ്ട് ഞങ്ങളെ കാണിച്ച് ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇടുക്കി ഡാം റിസർവ് ഏരിയയിലാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഇവിടെയൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഒരിക്കലും നമ്മളെ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം കുഞ്ഞു കുഞ്ഞു റോഡുകളും കാട്ടിൻ്റെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് നമ്മൾ എന്തായാലും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലമൊക്കെ നമ്മളൊന്ന് കണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നും. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ അവർ കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെയൊക്കെ ആയിരുന്നു പോയത്.
ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലത് സൈഡിലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം, ഈ ഫാൾസ് കണക്ക് നിൽക്കുന്നത്. ഇടത് സൈഡിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗുഹ കണക്കാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങളവിടെ പോയപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് ഇത്രയും വെള്ളമൊക്കെ ഉള്ളു. അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ വരുമെന്ന് അവർ പറഞ്ഞത്. പിന്നെ ഈ തേയിലത്തോട്ടത്തിലൊക്കെ നമ്മൾ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവർ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ സൂയിസൈഡ് പോയിൻ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാണുന്ന വെള്ളം കേട്ടോ അവിടെ നിന്ന് വരുന്നത്. അത് ഈ മഴ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത്രേ ഉള്ളായിരുന്നു. അത് പിന്നെ ഈ ജീപ്പിലുള്ള യാത്ര അത്രേ ഉള്ളായിരുന്നു കേട്ടോ. അത്രയും സ്ഥലത്താണ് നമ്മൾ അവർ ജീപ്പിൽ കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാറിൽ തന്നെയാണ് ഞങ്ങൾ പിന്നെ പോയത്. പിന്നെ ഞങ്ങൾ വന്നിരുന്നത് ഇവിടുത്തെ മറ്റേ മെഡോസിലാണ് നമ്മൾ വന്നത്. മൊട്ടക്കുന്നെന്ന് പറയും, അവിടെയാണ് പിന്നെ ഞങ്ങൾ വന്നത്. അവിടെ മറ്റേ നല്ല രസമാണ്, മുട്ടയുടെ ഷേപ്പിലൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ കുന്നുകളിങ്ങനെ മുട്ടയുടെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം പോയി. അവിടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മറ്റേ സൈക്ലിങ്ങും പിന്നെ പെഡൽ ബോട്ടിങ് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് ഞങ്ങൾ പെയിൻ വാലിയിൽ വന്നു. അവിടെ നിറയെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൂടുതലും അവിടെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സ്പൈസീസ് ഐറ്റംസും പിന്നെ തേയില, അവിടുത്തെ തേയിലകളും അതൊക്കെ അവിടെ കൂടുതലും കിട്ടുന്നത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം എല്ലാം കറങ്ങി. പിന്നെ അവിടെ പിന്നെ ഹസ്ബൻഡും മോളും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ ചെറിയൊരു വീഴ്ച കിട്ടിയതുകൊണ്ട് ഞാനവിടെ ഒരു സൈഡിൽ ഇങ്ങനെ മാറി അവിടെ നിന്നു. അവർ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങി അടുത്ത അഡ്വഞ്ചർ പാർക്കിലോട്ട് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലീവ് ദിവസമൊന്നും അല്ലായിരുന്നു കേട്ടോ, വർക്കിംഗ് ഡേ ആയിരുന്നു. എന്നിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഇവിടെ.
അങ്ങനെ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് എല്ലാവർക്കും ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല ഒരു മഴക്കോളും ചെറിയ മഴയൊക്കെ പെയ്തതുകൊണ്ട് പിന്നെ ഒന്നിനകത്തും കയറാൻ നിന്നില്ല. പിന്നെ മോളും ഒന്നിലും കയറാൻ പോയിട്ടില്ലായിരുന്നു. അവിടെ പിന്നെ ഈ സിപ്പ് ലൈന്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, സൈക്ലിങ്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കൂടുള്ള ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് ഇരിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു നെക്സ്റ്റ് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം.